ഖദീജ ബീവി ആരാ? റസൂലുള്ളാഹിനോട് പറഞ്ഞില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്? ബുഖാരിയിലുണ്ട് പെങ്ങളെ, മിസ്കാത്തിലുണ്ട് മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങൾ 6 മാസം നുബുവത്തിന്റെ മുമ്പായി പട്ടിണി കിടന്നുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുകയാണ് ജബലുന്നൂർ എന്ന മലമുകളില്. അള്ളാഹ് മലമുകളിലേക്ക് ഇനിയും പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ജബലുന്നൂർ മല കേറരുത്, ബിദ്അത്താണെന്ന് ഏത് മുത്തവ്വ പറഞ്ഞാലും സയ്യിദുനാ അൽ ഇമാമുൻ നബവി തങ്ങള് അവിടുത്തെ ഇലാഹിൽ പറഞ്ഞിട്ടുണ്ട്, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ, മക്കത്ത് പോയാൽ പ്രത്യേകം സിയാറത്തിന് പോകേണ്ട ഒരുപാട് സ്ഥലങ്ങള് ഇമാം നബവി തങ്ങൾ ഇലാഹ് എന്ന ലോകപ്രസിദ്ധമായ ബറക്കത്തുള്ള കിതാബിൽ പറയുമ്പോഴും അവിടെ പറയാണ് ജബലുന്നൂർ മല കയറണേ. വഅലമു ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ആ മല കയറിയപ്പോഴേ ഈ ഇടക്കിടക്ക് ആഹാരം കൊണ്ട് കൊടുക്കുകയാണ്. വളരെ പ്രയാസമുണ്ട് ജബലുന്നൂർ കയറാൻ. ഇന്നത്തെ പോലെ സ്റ്റെപ്പില്ല. കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ പോയപ്പോൾ സൗദി ഗവൺമെന്റ് അങ്ങോട്ട് റോഡാക്കിയിട്ടുണ്ട്. പഴയ കാലത്ത് 10 കൊല്ലം മുമ്പ് ഞാൻ പോയപ്പോൾ സ്റ്റെപ്പുകളാണുള്ളത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സ്റ്റെപ്പും ഇല്ല. ഖദീജ ബീവി നമ്മളെ ഉമ്മ ഹബീബായ തങ്ങൾക്കുള്ള റൊട്ടിയും കൊണ്ട് വരിക. എന്തിനാ റൊട്ടി? വയറ് നിറക്കാനാണോ? അല്ല, ഒരു ദിവസത്തിൽ ഒരു നേരം ഒരു റൊട്ടി കഴിക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുമ്പോഴേ ജിബ്രീൽ എന്ന മലക്ക് പറയാണ്, നബിയേ, ഖദീജ ഉമ്മയല്ലേ 8-10 കിലോമീറ്റർ നടന്നിട്ട് കയറി വരുന്നത്, സലാം പറയണേ, എന്റെ സലാം പറയണേ. അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, മറ്റാർക്കുമില്ലാത്ത മണിമേട, മറ്റാർക്കുമില്ലാത്ത മണിമാളിക സ്വർഗത്തിലെ ബീവി ഖദീജക്ക് ഉണ്ട്. നമ്മളെ പഠിപ്പിച്ചയാളാരാണ്? മുഹമ്മദ് മുസ്തഫ. ആ ഖദീജ ബീവിയെ മഹബത്ത് വക്കൽ ലോക മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. ഖദീജ ബീവിയെ വല്ലാതെ ബഹുമാനിച്ച ഖദീജ ബീവിയുടെ സഹോദരനായ ഹുസാം എന്ന സഹോദരന്റെ മകൻ ഹബീബായ നബി തങ്ങളുടെ ഇഷ്ടത്തിന് പാത്രമായ സയ്യിദുനാ ഹക്കീം വരുമ്പോഴേ റസൂലുള്ള പറഞ്ഞു, ഹക്കീമിന് ആരും ഒന്നും ചെയ്യരുതേ. കണ്ട് നബി കൂറി ഹക്കീം വേണ്ടി ഒരു പേർ സലീലം നണ്ടുകിൽ കുലക്കുവദീനായി ഖാതിമരേകൾ പടി കാത്തിക്കുള്ള മാമ തന്നെ പാത്ത് സ്വഹബാക്കൾ നിലയായി, പാത്ത് സ്വഹബാക്കൾ നിലയായി. ഇടരാവി മൊളികை കുഫറും നടുവതിയും ഒരു പുരുടൻ കടുവ പരിശ് ഇളക്കി ഖറജായി. ഇരിബരിതൻ ഇടയിലവൻ പരവയുരൈ കുഫറുകളോടും അരിക